ഫൗസ നമസ്കാരം. നമസ്കാരം. ഇന്ന് ചിന്തയിൽ, അതായത് ഇടതുപക്ഷ പ്രസിദ്ധീകരണമായ ചിന്തയിൽ കെ ശൈലജ ടീച്ചറുടെ ഒരു പ്രസംഗം, ഒരു ലേഖനം വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കെ ശൈലജ പരസ്യമായിട്ട് പ്രതികരിക്കുന്നത് ചിന്തയിലൂടെയാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ പരിശോധിക്കുമ്പോൾ, അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ തീർച്ചയായും ഓരോ അക്ഷരത്തിലും അടങ്ങിയിരിക്കുന്ന 100 അടികൾ പിണറായി വിജയൻ്റെ നെറുകിൽ കൂടം വെച്ചടിക്കുന്നതിന് തുല്യമായാണ് ശൈലജ ടീച്ചർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയിരിക്കുന്നത്. കേരളത്തിലെ തോൽവിക്ക് കൃത്യമായ ഉത്തരം തേടുകയാണെങ്കിൽ അത് നേതാക്കന്മാരുടെ കൃത്യമായ രീതിയിൽ പിടിപ്പില്ലായ്മ, അല്ലെങ്കിൽ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള അവധാനതയില്ലായ്മ, പെരുമാറ്റ ദൂഷ്യം, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് എങ്ങനെ നിരക്കാത്ത ജീവിത ശൈലി പിന്തുടരുക, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഭാഷാ ശൈലിയിലും പെരുമാറ്റ ശൈലിയിലും ഉള്ള വൈകല്യം, ഇതൊക്കെ തന്നെയാണ് ഈ പാർട്ടിയെ തോൽവിയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നു. മാത്രമല്ല, ഈ നേതാക്കന്മാർ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ പാർട്ടിക്ക് ഇതിന് മുൻപും പലതരത്തിലുള്ള തോൽവികൾ, വലിയ വലിയ തോൽവികൾ ഉണ്ടായപ്പോഴെല്ലാം അതിൽ നിന്നെല്ലാം കരകയറി വീണ്ടും പാർട്ടി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരികയും അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പക്ഷേ അന്നെല്ലാം ഉണ്ടാവാതിരുന്നതിനേക്കാൾ വളരെ അതിദയനീയമായ ഒരു പരാജയമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പരാജയ കാരണം തൊലിപ്പുറത്തുള്ള ഒരു ചികിത്സ കൊണ്ട് സാധ്യമല്ല. കൃത്യമായി അത് മനസ്സിലാക്കി എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം ആ പാളിച്ച മനസ്സിലാക്കി തിരുത്തേണ്ടവർ പൂർണ്ണമായും തയ്യാറാവണം. എന്നാൽ മാത്രമേ ഇതിനൊരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്ന് ശൈലജ ടീച്ചർ പറയുമ്പോൾ, ഇവിടെ ബ്രാഞ്ച് കമ്മിറ്റി അടക്കം, സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഉയർന്നു വന്ന അഭിപ്രായങ്ങളെ വെട്ടിക്കൊണ്ട് നേതൃത്വത്തിന് മാത്രമാണ് തെറ്റ്, ഏതെങ്കിലും ഒരു വ്യക്തിക്കല്ല തെറ്റ് പറ്റിയത്, പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും ഒരു നേതാവിനല്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് കൃത്യമായി തന്നെ ശൈലജ ടീച്ചർ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. എന്ത് പറയുന്നു ഫവാസ്, ഈ ഒരു ശൈലജ ടീച്ചറുടെ ലേഖനം വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ശൈലജ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം വളരെ ശക്തിയാണ്. അത് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: പാർട്ടിയുടെ തോൽവിക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പല നേതാക്കന്മാരും ആണ് എന്നുള്ള അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ. അപ്പം അത് വളരെ കൃത്യമാണ് ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, പാർട്ടി പല പ്രാവശ്യം തോറ്റിട്ടുണ്ട്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി പല പ്രാവശ്യം അതിദയനീയമായി തോറ്റിട്ടുണ്ട് എന്നുള്ളത് ശൈലജ പറയുന്നുണ്ട്. പക്ഷേ ഈ തോൽവി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അതിനർത്ഥം തന്നെ ഇനി CPM ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നുള്ള വലിയൊരു സൂചന തന്നെയാണ് അദ്ദേഹത്തിൽ കൃത്യമായിട്ട് ആ ലേഖനത്തിൽ പറയുന്നത്. മാത്രമല്ല, ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയനെ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഉത്തരം, അല്ലെങ്കിൽ അതിൽ നിന്ന് ആരെയാണ് കുറുക്ക് കൊള്ളുന്ന വാക്കുകൾ കൊണ്ട്, എന്നാൽ എന്താ പറയുക, ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മൾ വേദനിപ്പിക്കാത്ത കാര്യം പറയാം എന്നുള്ള സെയിം സാധനമാണ് അവർ. അല്ല, അത് ഞാൻ ഇടപെടുകയാണെന്ന് ധരിക്കരുത്. അത്യധികമായിട്ടുള്ള ആ മാനസിക വേദനയിൽ നിന്ന് തന്നെയാണ് ശൈലജ ടീച്ചറിനെ കുറിപ്പ് വന്നിരിക്കുന്നത്. കാരണം പേരാവൂരിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി, ഏതാണ്ട് 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവർ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലേക്ക് ആ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ വരുന്നത്. അതിനുശേഷം പേരാവൂർ ഉറച്ച മണ്ഡലമാണ്. അവിടെ നിന്ന് മട്ടന്നൂർ ഉറച്ച മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്നാണ് അവരെ പേരാവൂരിലേക്ക് പറഞ്ഞയച്ചത് എന്ന് പറയുമ്പോൾ, അവിടെ സണ്ണി ജോസഫിന് ഹാട്രിക്ക് നേടാൻ വേണ്ടി കെ ശൈലജ പിണറായി വിജയൻ കുരുതി കൊടുത്തതാണ് എന്നുള്ള അനുസ്മരണത്തിൽ തന്നെ അതിൻ്റെ വേദനയെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും അതിൻ്റെ പരിപൂർണമായ നേട്ടങ്ങൾ കുറിക്കപ്പെടുന്നത് ശൈലജ ടീച്ചറിലേക്ക് തന്നെയാണ്. കാരണം കോവിഡ് കാലത്തും നിപ്പ കാലത്തും എല്ലാം ശൈലജ ടീച്ചർ എങ്ങനെയാണ് അതിനെ നേരിട്ടതും, ആരോഗ്യ മേഖലയിലെ ഏത് തരത്തിലുള്ള സേവനങ്ങളാണ് ഒരു മന്ത്രി എന്ന രീതിയിൽ ശൈലജ ടീച്ചർ നടത്തിയത്, അതെല്ലാം പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും തിരിച്ചു വരാനുള്ളൊരു വഴിയൊരുക്കി എന്ന് പറയുമ്പോൾ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഭരണത്തിൻ്റെ ഇടനാഴികളുടെ 7 അയലത്ത് പോലും ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തിലെ പല ആളുകളടക്കം കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വരാൻ പോകുന്നു എന്നൊക്കെയുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം KR ഗൗരിയമ്മ കേരൻ തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി നാട് ഭരിക്കുമെന്ന് പറഞ്ഞ മുദ്രാവാക്യം പോലെ തന്നെ പിന്നീട് അതെല്ലാം വൃഥാവിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശൈലജ ടീച്ചറിനെ എങ്ങനെയൊക്കെ ഒതുക്കാമോ അതുപോലെയൊക്കെ കേരള രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ പിണറായി വിജയൻ എന്ന നേതാവ് അശ്രാന്തം പരിശ്രമിച്ചു എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ ഫലമായിരുന്നു ഏത് വിധേനയും വടകര ലോക്സഭാ മണ്ഡലം പിടിക്കാൻ വേണ്ടി വടകരയിൽ കൊണ്ടുപോയി ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി അവിടെ വൻപിച്ച ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച് കളഞ്ഞത്. ഷാഫി പറമ്പിലൂടെ 1 ലക്ഷത്തി ചില വോട്ടിനാണ് അവർ തോറ്റത്.
അത് അവിടെയും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലെല്ലാം അവർ അറിയാതെ തന്നെ ശൈല ടീച്ചർ രക്തസാക്ഷിയായി മാറുന്ന കാഴ്ച കണ്ടു. പിന്നീട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഉറച്ച മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തോപ്പിക്കാൻ വേണ്ടി അടുത്ത മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയിട്ടു എന്ന് പറയുമ്പോൾ ഈ ശൈല ടീച്ചറിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ ഒരു കൃത്യമായ തിരിച്ചറിവ് തന്നെയാണ് ശൈല ടീച്ചർ തൻ്റെ ലേഖനത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പിണറായി വിജയനെതിരെ ഏതെങ്കിലും നേതാക്കന്മാർ തല ഉയർത്തി വരുന്നുണ്ടെങ്കിൽ അവരെ അടിത്തട്ടിലെ വെട്ടി ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രക്രിയ. ഇപ്പോൾ പി ജയരാജൻ്റെ കാര്യത്തിൽ നടന്നത് അതേ കാര്യം തന്നെയാണ്. പിന്നീട് അതിപ്പം പി കുഞ്ഞികൃഷ്ണൻകുട്ടിയൊക്കെ പി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹമൊക്കെ മിഞ്ഞാന്ന് ഈ പറഞ്ഞ പോലെ വേറൊരു മാധ്യമത്തിന് കൊടുത്ത കാര്യത്തിൽ പറയുന്നുണ്ട്, അവിടെ അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ തോൽപ്പിച്ചതാണ് അദ്ദേഹത്തെ എന്നുള്ളതൊക്കെ. മാത്രമല്ല അദ്ദേഹത്തെ പാർട്ടി വെട്ടി ഇല്ലാണ്ടാക്കിയതാണെന്നുള്ളത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കെ ശൈലജ. തനിക്ക് മീതെ ആരെങ്കിലും ഉയരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പിണറായി വിജയൻ അന്ന് ഈ പറഞ്ഞ പോലെ പി ജയരാജനെ വെട്ടി താഴ്ത്താനുള്ള ഒരു കാരണം പിണറായി വിജയനേക്കാൾ ഒരു ഇമേജ് കണ്ണൂരിൽ പി ജയരാജനുണ്ട് എന്നുള്ളത് സത്യമാണ്. അതെ, കണ്ണൂരിലെ പല സഖാക്കന്മാർക്കും പി ജയരാജൻ കഴിഞ്ഞേ ഉള്ളൂ പിണറായി വിജയൻ. അതൊരു സത്യമാണ്. പക്ഷെ അത് ദഹിക്കുക അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല, താല്പര്യമില്ലാത്ത കാര്യം. അതെ, അപ്പം അത്തരത്തിൽ തനിക്ക് മീതെ ആരും വരാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിലപാടുള്ള ഒരാൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെട്ടിയത്. അതിൽ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കണ്ണൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയവും എങ്ങനെയാണ് അവിടെ ഇത്തരം വലിയ പരാജയം ഉണ്ടായെന്നത് കൂടി പഠിക്കേണ്ടതെന്ന് അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മാത്രമല്ല പല നേതാക്കന്മാർ പോയ കാര്യത്തിൽ പറയുന്നുണ്ട്. CPM-ന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ പാർട്ടി വിട്ടു പോയതും അവർ മത്സരത്തിൽ വിജയിച്ചതും ആ പറയുന്നതിൽ കൃത്യമായിട്ട് വ്യക്തമാക്കേണ്ട 3 പേരാണ് പറയുന്നത് എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ ജി സുധാകരൻ അടക്കമുള്ള 3 നേതാക്കന്മാരെയാണ് അവരുടെ കാര്യം പറയുന്നത്. പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. അതിന് ഇത്തരത്തിലുള്ള ആൾക്കാർ പോയതെല്ലാം പുനർപരിശോധിക്കണം എന്നുള്ളതും അവരെ പാർട്ടിയിലോട് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. അവർ മാത്രമല്ല പോയത്, അടിത്തട്ടിൽ പാർട്ടി പ്രവർത്തകരും ഇവരോടൊപ്പം പോയി എന്നുള്ളതാണ് ശൈലജ ടീച്ചർ പറയുന്നുള്ളത്. അതിനർത്ഥം പോയവരെല്ലാം മാപ്പ് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള സാധനമാണ്. പക്ഷേ അതെന്തായാലും പിണറായി വിജയൻ ചെയ്യാൻ പോകുന്നില്ല. പിന്നെയുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ. സാറിന് തോന്നുന്നുണ്ടോ MV ഗോവിന്ദൻ അങ്ങനെ ചെയ്യുന്നുള്ളത്? അദ്ദേഹം ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഈ ലേഖനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, CPM എന്നൊരു പാർട്ടി ഇനി തിരിച്ചു വരേണ്ടത് അനിവാര്യതയെന്ന് ശൈലജ ടീച്ചർ പറയുന്നു. ഞാനും മനസ്സിലാക്കുന്നു, കേരളത്തിൽ ശക്തമായൊരു ഇടതുപക്ഷം വർദ്ധിച്ചില്ല എന്നതിന് പ്രതിപക്ഷത്തിരിക്കാൻ പോലും ഇടതുപക്ഷം വേണം. അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ തിരുത്തലുകൾക്ക് വേണ്ടിയെങ്കിലും ഇവിടെ ഇടതുപക്ഷം നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് ഇപ്പോൾ നയിക്കുന്ന ഈ ഇടതുപക്ഷത്തിൻ്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന പിണറായി വിജയനും MV ഗോവിന്ദനും പുറത്തു പോകണം, ഇവരെ മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് ശൈലജ ടീച്ചർ തൻ്റെ ലേഖനത്തിലൂടെ പറയാതെ പറഞ്ഞു പോകുന്നത്. ഇത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണ്ടും പാർട്ടി പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നീങ്ങും എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നത്. തിരുത്തേണ്ടവർ തിരുത്തണം, തിരുത്താനുള്ളത് ആത്മാർത്ഥമായി തിരുത്തണം എന്ന് പറയുമ്പോൾ ആര് തിരുത്തും? ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന സമിതി വരെ ഇന്ന കാരണങ്ങൾ പിണറായി വിജയൻ്റെ പേരെടുത്ത് പറഞ്ഞു, MV ഗോവിന്ദൻ്റെ പേരെടുത്ത് പറഞ്ഞ് റിപ്പോർട്ട് വെച്ചു. ഈ റിപ്പോർട്ടെല്ലാം വെട്ടിത്തിരുത്തി പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും പേരൊക്കെ വെട്ടിമാറ്റി നേതൃത്വത്തിന് പൊതുവായിട്ട് സംഭവിച്ച പരാജയമാണ്, അല്ലാതെ ഓരോ നേതാവിനെയും പേരെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് താഴെ കമ്മിറ്റികളിലേക്ക് ഇത് തിരിച്ചയച്ചിരിക്കുന്നത്. അവിടെയാണ് പ്രവർത്തനം കുറച്ച് കൂടെ കൂടി വിപുലമാക്കി വ്യാപകമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേതാക്കൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് അവർ തന്നെ പറയുമ്പോൾ ആര് തിരുത്തണം? അപ്പോൾ ഇവർ പുറത്ത് പോയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ശൈലജ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നത്. അതല്ല, ഇപ്പം CPM-നെ സംബന്ധിച്ചുള്ള പലവട്ടം തോറ്റിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിൽ CPM ഇല്ലാത്തൊരു കേരളം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില ആൾക്കാർക്ക് അത് വിയോജിപ്പ് ഉണ്ടാവാമായിരിക്കാം. പക്ഷെ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് പല രീതിയിലും പല ക്ലാസ് കമ്മ്യൂണിറ്റിയിലും എല്ലാവരും ഉയർത്തെഴുന്നേറ്റും. ഇപ്പോൾ നമ്മൾ ഭൂപരിഷ്കരണത്തിലൊക്കെ ഒരുപക്ഷെ CPM ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഇവിടുത്തെ സന്തുലിതാവസ്ഥ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു. ആ പ്രസക്തി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇനി വരും കാലങ്ങളിൽ ആ പ്രസക്തി കണ്ടറിഞ്ഞ് ആ കൃത്യമായ ഇടങ്ങളിലേക്ക് ഇടതുപക്ഷം ഇറങ്ങിച്ചെല്ലേണ്ടതും പ്രവർത്തിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പാർട്ടി മാറിപ്പോയതിൻ്റെ പേരിലാണ് ഈ പരാജയം എന്ന് ശൈലജ ടീച്ചർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചുവരവ് വേണം എന്നുണ്ടെങ്കിൽ തിരുത്തൽ ആവശ്യമാണ്.
പിന്നെ CPM മാറ്റേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ തൊട്ടീനും പിടിച്ചീനൊക്കെ സമരം ചെയ്യുക, വണ്ടി തല്ലിപ്പൊളിക്കുക. പണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 10 വർഷം മുമ്പ് അതൊരു ട്രെൻഡായിരിക്കാം, അന്നത് വർക്ക് ചെയ്യാം. കാരണം ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് അത് വിപ്ലവമായി തോന്നും, ഒരു റവല്യൂഷനായി തോന്നും. നമ്മുടെ സിനിമയിലൊക്കെ CIA, പല സഖാവ് പോലത്തെ മെക്സിക്കൻ അപാരത പോലത്തെ പല സിനിമകളാണ് ഈ പറഞ്ഞ പോലെ 2016 ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ അധികാരത്തിൽ വലിയ തരത്തിലുള്ള സ്വാധീനം. കാരണം ഞാൻ പഠിച്ചത് ഈ പറഞ്ഞ ഫിലിം ജേർണലിസം സ്റ്റഡീസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ഫിലിമാണ് ഇവർ കൃത്യമായിട്ട് സ്വാധീനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പം അന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമിൻ്റെ ഏകദേശം 5-6 ഫിലിമാണ് നടന്നത്. CIA, സഖാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സിനിമകൾ നടന്നിട്ടുണ്ടെന്ന്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരുകളൊക്കെ ഇത് കണ്ടിട്ട് യുവാക്കളടക്കം സപ്പോർട്ട് ചെയ്തത്. പക്ഷേ 10 വർഷത്തിന് ശേഷം ഇപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള കലാപം കാണാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല. സമരം അത്യാവശ്യത്തിന് വേണ്ടെന്നല്ല, പക്ഷേ കണ്ടീനും തൊട്ടീനും പിടിച്ചീനൊക്കെ സമരം ചെയ്യാൻ, വണ്ടി തല്ലിപ്പൊളിക്കുക, ബസ് കത്തിക്കുക, KSRTC ബസ്സിന് എന്താ പറയുക മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക, ഈ സമ്പ്രദായം നടക്കുമായിരിക്കാം. ഒരുപക്ഷെ പണ്ടത്തെ കാലത്ത് അത് CPM സഹായിച്ചിട്ടുണ്ടാകും. പക്ഷേ പിൽക്കാലത്ത് ഇങ്ങോട്ട് വരുമ്പോൾ കാലത്തിനനുസരിച്ച് പാർട്ടിയും നവീകരിക്കണം, പാർട്ടിയും ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുത്തണം എന്നുള്ളത് തന്നെ എൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ. അല്ല, കാതലായ വിഷയങ്ങളിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ക്രിയാത്മകമായ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുകയും ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്കൂട്ടം കൊഴിഞ്ഞു പോകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ കഴിഞ്ഞ 2026 തെരഞ്ഞെടുപ്പ് CPM പഠിപ്പിച്ചത്. ഒരു തെരഞ്ഞെടുപ്പും ആത്യന്തികമല്ല. ഒരു തവണ പരാജയപ്പെട്ട ആൾ അടുത്ത തവണ വിജയിക്കും, ഇത്തവണ വിജയിച്ച ആളുകൾ അടുത്ത തവണ പരാജയപ്പെട്ടേക്കാം. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ആത്യന്തികമായിട്ട് എല്ലായ്പ്പോഴും ഒരേ ആളുകൾ തന്നെ ജയിച്ചുകൊണ്ട് തീർച്ചയായും ഭരണം മറ്റൊരു വഴിക്ക് പോകും. അത് തന്നെയാണ് 10 വർഷം ഭരിച്ച പിണറായി വിജയൻ കേരളത്തിന് കൊടുത്ത സന്ദേശം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ തോൽവിക്ക് നിദാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കി തിരുത്തേണ്ടവർ തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ ഇടതുപക്ഷത്തിന് കേരളത്തിൽ തിരിച്ചുവരവുണ്ടാവില്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ശൈലജ ടീച്ചറെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് നൽകുമ്പോൾ അത് പഠിക്കേണ്ടതാണ്. ഓരോ വരിയും പഠിച്ച് സ്വേച്ഛാധിപത്യം നിലനിർത്തണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്കെതിരെ പാർട്ടി അണികൾ, അതായത് PV കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം പോലെ നേതാക്കളെ അണികൾ തിരുത്തണം എന്നുള്ള സന്ദേശം തന്നെയാണ് അതിലുള്ളത്. അത് ചെവിക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പാർട്ടി ഇനി ഏത് രീതിയിലായിരിക്കും കേരളത്തിൽ അവശേഷിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.